മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് അതിന്റെ ശിക്ഷയും ദുനിയാവിൽ നേരത്തെ കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് അരുത് സഹോദര. എത്ര കഴിവുണ്ടെങ്കിലും എത്ര ചുക്കിച്ചുളിഞ്ഞ ശരീരമാണെങ്കിലും അരുതാത്തൊരു വാക്ക് പറയരുത്, ഒരു പ്രവൃത്തി ചെയ്യരുത്. അനുഭവിച്ചിട്ടേ പോകും. എന്റെ സ്വഭാവം അങ്ങനെയാണ്. അല്ലാഹു തആല ഒരു പക്ഷേ കുല്ലു ദുനൂബി മുഅഖറത്തുൽ ലിഅജ്ലിഹാ, എല്ലാ പാപങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെട്ടു. പക്ഷെ ഇത് ബന്ധിക്കൂല. ഈ പറഞ്ഞ രണ്ടെണ്ണം ക്രമവും അതേ രൂപത്തിൽ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത്. വെറുപ്പിക്കാന്നാണ് അടിച്ചു തള്ളിയിടെന്ന് കരുതരുത് കേട്ടോ. വാക്ക് മതി, മൗനം മതി, പ്രതിഷേധം മതി. മഹാന്മാരെണ്ണീട്ടുണ്ട്. വെറുപ്പിക്കലാകുന്ന സംഗതി എന്തെല്ലാണ്ടോ അതൊക്കെ അതിൽ പെട്ടു. നീ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ്. വാത്സല്യം തുളുമ്പി വരുന്ന നിന്റെ ഉമ്മ, നിന്റെ പരിരക്ഷകനായ ഉപ്പ നിന്നെ വിളിച്ചു, നീ അറ്റൻഡ് ചെയ്യുന്നില്ല. അറിയാൻ നിനക്ക് അവരാ വിളിക്കുന്നത്. പിന്നെയും വിളിച്ചു, നീ എടുക്കുന്നില്ല. അവരെ മനസ്സ് വേദനിച്ചോ? വേദനയാണ്. സുന്നത്തസ്കാരം പോലും കൈയച്ചുകൊണ്ട് വിളിക്കുത്തരം ചെയ്യേണ്ട അത്രയും വലിയ മഹത്തുള്ള ആളുകൾ ലോകത്താരാള്. വേറെ ആൾ പറഞ്ഞാൽ നമ്മുടെ ഒരു മുതലാളിയെ വിളിക്കുന്നത് സുന്നത്തസ്കാരത്ത് കൈയ്യേക്കാൻ പറ്റുമോ? സ്വന്തം ഗുരുനാഥനാ വിളിക്കുന്നത് സുന്നത്തസ്കാരത്ത് കൈയ്യേക്കാൻ പറ്റുമോ? സ്വന്തം ജ്യേഷ്ഠനാ സഹോദരനാ വിളിക്കുന്നത് കൈയ്യേക്കാൻ പറ്റുമോ? പാപ്പ വിളിച്ചു, ഉമ്മ വിളിച്ചു. എന്താണ് ആ വിളിന്റെ ഒക്കെ ഒരു മഹത്വം? പാപ്പാന്റെയും ഉമ്മാന്റെ ഒന്നും സമ്മതം വാങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ജാഗരൂകരാകണം. റബ്ബിന്റെ അദാബ് ചെറുതൊന്നുമല്ല കിട്ടുക.